പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, നമ്മൾ ഇന്ന് ആത്മോപദേശ ശതകം 45-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഒരു മതം അന്യന് നിന്യം ഒന്നിലോതും കരു അപരന്റെ കണക്കിന് ഊനമാകും. ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നു താൻ എന്നറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം. ഒരു മതം അന്യനു നിന്യം ഒന്നിലോതും കരു അപരന്റെ കണക്കിന് ഊനമാകും. ധരയിൽ ഇതിന്റെ രഹസ്യം ഒന്നു താൻ എന്നറിവളവും ഭ്രമം എന്നറിഞ്ഞിടേണം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ഒരു മതം അന്യന് നിന്ദ്യം, അതായത് ഒരു മതവിശ്വാസിക്ക് വേറൊരു മതവിശ്വാസത്തെ നിന്ദ്യമായി തോന്നും. ഒന്നിലോതും കരു, ഒരു മതത്തിൽ പറയുന്ന സത്യം അപരന്റെ കണക്കിന് മറ്റൊരു മതവിശ്വാസിയുടെ വീക്ഷണത്തിൽ ഊനമാകും, വികലമാണ്. ധരയിൽ, ലോകത്തിൽ, ഇതിന്റെ രഹസ്യം, മതങ്ങളുടെയെല്ലാം സാരമായിരിക്കുന്ന രഹസ്യം, ഒന്നു താൻ, ഒന്നു തന്നെയാണ് എന്നറിവളവും, ഇക്കാര്യം അറിയുന്നതുവരെ, ഭ്രമം, സ്വമതവിശ്വാസവും ഇതരമത നിന്ദയും വെറും ചിത്തഭ്രമം മാത്രമായിരിക്കും എന്നറിഞ്ഞിടേണം. ഇതിൽ ബോധവാനായിരിക്കണം. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഒരു മതവിശ്വാസിക്ക് വേറൊരു മതവിശ്വാസത്തെ നിന്ദ്യമായി തോന്നും. ഒരു മതത്തിൽ പറയുന്ന സത്യം മറ്റൊരു മതവിശ്വാസിയുടെ വീക്ഷണത്തിൽ വികലമാണ്. ലോകത്തിൽ മതങ്ങളുടെ എല്ലാം സാരമായിരിക്കുന്ന രഹസ്യം ഒന്നു തന്നെയാണ്. ഇക്കാര്യം അറിയുന്നതുവരെ സ്വമതവിശ്വാസവും ഇതരമത നിന്ദയും വെറും ചിത്തഭ്രമം മാത്രമായിരിക്കും. ഇതിൽ ബോധവാനായി ഇരിക്കണം. നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്കൊന്ന് കടക്കാം. സ്വാമി തൃപാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മതദർശനത്തിന്റെ അന്തസാരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും സാരം ഏകമാണ്. ഇത് പറയുമ്പോഴും ഇവിടെ നിലവിലിരിക്കുന്ന മതവ്യവഹാരങ്ങളെ തൃപാദങ്ങൾ കണക്കിലെടുക്കാതിരിക്കുന്നില്ല. ഒരു മതവിശ്വാസിക്ക് വേറൊരു മതവിശ്വാസിയെ പുച്ഛമാണ്. തന്റെ വിശ്വാസമാണ് ശരി, അപരന്റെ വിശ്വാസം തെറ്റാണ് എന്നൊരു ധാരണയാണ് എല്ലാ മത കലഹങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമായിരിക്കുന്നത്. വേറൊരുവന്റെ മതവിശ്വാസത്തിൽ അസഹിഷ്ണുത പുലർത്തുന്ന മനോഭാവം ഒട്ടും തന്നെ ശരിയല്ല. ക്രിസ്തുമതത്തിൽ സ്വർഗസ്ഥനായ പിതാവിനെയാണ് സർവേശ്വരനായി കാണുന്നത്. ഇസ്ലാം മതത്തിൽ അല്ലാഹുവിനെയും ജൂതമതത്തിൽ യഹോവയെയും പരമോന്നതനായ നാഥനായി പ്രകീർത്തിക്കുന്നു. ഭാരതത്തിൽ ശിവനെയും വിഷ്ണുവിനെയും ദേവിയെയും പൂജിക്കുന്ന മതവിശ്വാസങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം ചേർന്ന് ജീവിക്കാൻ എന്തോ ഒരു പ്രയാസം പോലെയാണ് തോന്നുന്നത്. ഇസ്ലാം മതക്കാരൻ മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നു, ക്രിസ്ത്യാനി പള്ളിയിൽ പോയി കുർബാന കൊള്ളുന്നു, ഹിന്ദു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യുന്നു. ഈ ബാഹ്യമായ ജീവിതക്രമത്തെ മതമായി തെറ്റിദ്ധരിച്ചു പോരുന്ന ഒരു ജനത വളരെ അസഹിഷ്ണുതാപൂർവം ഇതര മതസ്ഥന്റെ ജീവിതക്രമങ്ങളോട് പ്രതികരിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഈ ശ്ലോകത്തിലാണെങ്കിൽ മനുഷ്യ മനസ്സിന്റെ ആ സ്വഭാവത്തെ എടുത്തു കാണിക്കുകയാണ് തൃപാദങ്ങൾ. മതങ്ങളുടെ എല്ലാം സാരം ഒന്നാണെന്ന രഹസ്യം അറിയുന്നതുവരെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളെല്ലാം വെറും ഭ്രാന്താണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മതരഹസ്യം അറിയുന്ന ഒരാൾ ഒരു സ്രഷ്ടാവിന്റെ എല്ലാ സൃഷ്ടികളെയും സമഭാവനയോടെ കാണും, സ്നേഹത്തോടെയും ഹൃദയാനുഭവത്തോടെയും പെരുമാറും. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ആത്മോപദേശ ശതകം 45-ാം മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.